നമസ്കാരം ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് വാട്ട് ഐറ്റിൻ്റെ ഡേ എന്താണെന്ന് നോക്കാം. എല്ലാം സെൽഫ് കുക്ക് ചെയ്ത് വേണം ഉണ്ടാക്കാൻ. അപ്പം ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് നല്ല വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന ശീലം നല്ലതാണ്. അപ്പം ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോകാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് എനിക്കൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോസും ചാനലൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കിയത് ഫ്രഞ്ച് ടോസ്റ്റ്, കുറച്ച് ചെറിയ ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു, പിന്നെ പിയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ മെയിൻ ഐറ്റമായ ചായ. എനിക്ക് രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും. അങ്ങനെ നിങ്ങൾക്കും വല്ല ഇതുണ്ടോ? റിലേറ്റബിൾ ആണോ അങ്ങനെ? അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ നേരത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണം അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കി തരുന്ന ആഹാരവും രാവിലെ എണീറ്റ് ചെല്ലുമ്പോൾ അമ്മ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി തരുന്ന നമ്മുടെ നാട്ടിലെ ഓരോരോ സാധനങ്ങളാണ് കേട്ടോ. എന്തായാലും ഇതൊക്കെ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ നമ്മളെപ്പോഴും നാട്ടിലെ കാര്യം മിസ് ചെയ്യുമല്ലോ, അങ്ങനെയാണ്. അത് കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങിയപ്പം ഒരു പിസ്സയും പിന്നെ കച്ചാപ്പൂരിയും ഞാനും ചേച്ചിയും കൂടി മേടിച്ച് കഴിച്ചു. അത് ജസ്റ്റ് ഇവിടെ ബേക്കറിയിൽ ഇങ്ങനെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് കിട്ടുന്നത്. കൂടെ ഓരോ കോഫി മേടിച്ച് കുടിച്ചു, കാരണം പുറത്തിവിടെ അങ്ങനെ ചായ ഇല്ല, അപ്പോൾ കോഫിയാണ് കുടിക്കാറ്. പിന്നെ ഉച്ചയായപ്പോൾ ഇന്നലത്തെ പുലാവ് ഉണ്ടായിരുന്നു, ജസ്റ്റ് ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിക്കാൻ വിചാരിച്ചു, പിന്നെ അത് മുട്ട ദോശയായി. അപ്പോൾ അതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത്. പിന്നെ നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കണമല്ലോ. ആഹാരം കഴിക്കുന്ന അരമണിക്കൂർ മുന്നേയും ആഹാരം കഴിച്ച അരമണിക്കൂർ ശേഷമാണ് വെള്ളം കുടിക്കാറ്. അപ്പോൾ അങ്ങനെ കുടിക്കുന്ന സമയത്താണ് ടേബിളിലൊരു മിഠായി ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതും കൂടി കഴിക്കാൻ വിചാരിച്ചു. എൻ്റെ വേറെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതൊക്കെ കഴിച്ച് തീർത്തപ്പോൾ ലാസ്റ്റ് പീസായിരുന്നു അത്. അപ്പോൾ ഞാനങ്ങനെ എടുത്തു. ഇതിനകത്ത് ക്യാരമൽ ഫില്ലിങ്ങും പിന്നെ ഒരു സോഫ്റ്റ് ടെക്സ്ചർ ആയിരുന്നു കേട്ടോ മിഠായിക്ക്. അങ്ങനെ അടിപൊളിയായിരുന്നു, അതും കഴിച്ചു. എല്ലാവർക്കും ഏത് ടൈപ്പ് മിഠായി ഇഷ്ടം എല്ലാം കമൻറ്റിൽ പറയണേ. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി മട്ടൻ കറിയും ഗീ റൈസും ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കണതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്, കണ്ടു നോക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒപ്പീനിയൻസോ കമൻറ്റ്. അത് കഴിച്ച് കഴിഞ്ഞപ്പം രാത്രി ഒരു ഐസ്ക്രീം ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്ത് പോയി തണുപ്പത്ത് നിന്ന് ഐസ്ക്രീം കഴിച്ചു കേട്ടോ. -2 ഡിഗ്രി ആയിരുന്നു ആ സമയത്ത്. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ട്, ഞാൻ ഓരോ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ ഒരു ഹാപ്പി ഡാൻസ് ഉണ്ട്. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഇതുപോലെ ഇനി വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം എന്തുണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്.